ഈ കണ്ണാടി കണ്ടത്. പിന്നെ കണ്ണാടി കണ്ട സ്ഥിതിക്ക് കുറച്ച് തള്ളിമറിച്ച് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചു ഞാൻ ഭയങ്കര വലിയ സംഭവമാണെന്ന്. ഒരുപാട് ടോയ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്, എല്ലാം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഹോട്ട്വിൻസിനൊക്കെ കുറേ ഇരിപ്പുണ്ട്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് അവിടെ പോകണമെന്ന് എല്ലാവരും വിചാരിക്കും. ഞാനൊരു ചെരുപ്പ് വാങ്ങാൻ പോകുന്നതാണ് ഈ കാണുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വണ്ടിയിലൊക്കെ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ടൗണിലെത്തി. വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നമ്മൾ നടന്നു പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും വണ്ടി ഞാൻ കൊണ്ടുവന്നതാണെന്ന്, പക്ഷേ അങ്ങനെയല്ല, എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ പിന്നെ കുറച്ച് ബിൽഡപ്പ് ഇട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെറിയൊരു നാട്ടിലായതുകൊണ്ട് തന്നെ ഇവിടെ വലിയ വലിയ കളക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് കയ്യിൽ കിട്ടിയത് ഈ ഒരു ഷൂ ആണ്. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു, അത്ര തന്നെ. പിന്നെ ഈ ഒരു ചെരുപ്പും വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിതുപോലത്തെ ചെരുപ്പൊന്നും പൊതുവെ ഇടാറില്ല. ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കി നോക്കി നടന്നു വന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ കണ്ണാടി കണ്ടത്. പിന്നെ കണ്ണാടി കണ്ട സ്ഥിതിക്ക് കുറച്ച് തള്ളിമറിച്ച് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചു ഞാൻ ഭയങ്കര വലിയ സംഭവമാണെന്ന്. കടയിൽ വെച്ച് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വോയിസ് ഓവർ കൊടുത്ത് മാറ്റും എന്നുള്ള കാര്യം നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. പിന്നെ അവിടെ കുറേ ടോയ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ നോക്കി, എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് പഴയ കാലത്തെ ഏതോ ഒരു വണ്ടിയാണെന്ന് മനസ്സിലായി. പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ ഇടുന്നത് ഇതേപോലത്തെ സിൽവർ ചെരുപ്പുകളാണ്. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന്